ശാലിനി മേഡത്തെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനിയ ആദരണീയ മഹത് വ്യക്തിത്വം ശ്രീ ശാലിനി മേഡം. അച്ഛനെ, ദേ അച്ഛൻ. അച്ഛാ, എല്ലാരും ഉണ്ടല്ലേ? അച്ഛ ഇരിക്കെ. നീലടാ, സത്യമേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. രാഘവേട്ടന്റെ ഒറ്റ നിർബന്ധം. ഇനി ഇവളുടെ പൊങ്ങച്ചം പറച്ചിൽ മുഴുവൻ നമ്മൾ കേൾക്കണ്ടേ? ഇത് കേൾക്കണമെന്നാ സർവേശൻ നിശ്ചയിച്ചിട്ടുള്ളതേ. പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, കേട്ടേ പറ്റൂ. ദേ, ഞാൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും കേട്ടോ. സത്യമേ, അവിടെ ഇരിക്കെ, എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ മലയാളികളെയും പോലെ എനിക്കുമുണ്ട് ഓണത്തെക്കുറിച്ച് ഒരു പിടി നല്ല ഓർമ്മകൾ. കുട്ടികൾ, കുടുംബം, അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അങ്ങനെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒട്ടനവധി ആളുകൾ എല്ലാം മറന്ന് ഒത്തുകൂടുന്നത് തന്നെയാണ് ഓണം. ഓണത്തിന് പുതിയ ഉടുപ്പിടുന്നതിനേക്കാൾ എന്നെ ആകർഷിച്ചിട്ടുള്ളത് അത് തയ്ച്ചു കിട്ടാനുള്ള ഒരു കാത്തിരിപ്പാണ്. അന്നൊക്കെ ഒരു നല്ല ഉടുപ്പിടണമെങ്കിൽ ഓണം വരണം. ഇന്നിപ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ ഡ്രസ്സ് വാങ്ങിക്കുന്നത് കൊണ്ട് ഓണക്കോടി തരുന്ന സന്തോഷം നമ്മളിൽ നിന്നും അകന്നു കഴിഞ്ഞു. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പൂക്കളമാണ്. പൂക്കളം എന്നും നമുക്ക് ടെൻഷൻ തരുന്ന ഓർമ്മകളായിരുന്നു. ആദ്യത്തെ 5 ദിവസമൊക്കെ ചുറ്റുവട്ടത്തുള്ള പൂക്കളൊക്കെ പറിച്ച് 5 തരം ഒപ്പിക്കും. പിന്നെ പിന്നീടുള്ള ദിവസങ്ങളിൽ എങ്ങനെ പൂക്കൾ ഒപ്പിക്കും എന്നുള്ള ചർച്ചയാ രാത്രിയിലെല്ലാം. ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാരും അങ്ങനെയുള്ള ഒരുപാട് സങ്കടങ്ങൾ നിറഞ്ഞ ഓണങ്ങളിലൂടെ കടന്നു വന്നവരാണ്. എങ്കിലും ആ ഓണത്തിനൊക്കെ ഒരു സുഖമുണ്ടായിരുന്നു. ഇന്നിപ്പോ പൂക്കളം ഇല്ലല്ലോ. തിരുവോണത്തിന് മാത്രം കടയിൽ നിന്ന് ഒരു ടെൻഷനും ഇല്ലാതെ ആവശ്യത്തിന് പൂ വാങ്ങിച്ച് ഇന്റർനെറ്റ് നോക്കി ഒരു സിമ്പിൾ ഡിസൈൻ കണ്ടുപിടിച്ച് ഒരു ഇൻസ്റ്റന്റ് അത്തവിടൽ. പിന്നെ ഓണസദ്യ, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഇലയിട്ട് സന്തോഷത്തോടെ കഴിക്കുന്ന ആ സദ്യ ഒരു 11 മണിയാവുമ്പോൾ കഴിഞ്ഞിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഓണക്കളികൾ കാണാനുള്ള പോക്ക. എല്ലാവരും കൂടി നാടൻ ചുവട് വെച്ച് ഈണത്തിൽ പാട്ടുപാടി ഒരേ താളത്തിൽ കൈകൾ കൊട്ടി, അതാ ഓണക്കളി. പക്ഷെ ഇന്നിപ്പോ എല്ലാം മാറി. കാറ്ററിംഗ് സർവീസുകാരെ എപ്പോൾ ഭക്ഷണം തരുന്നോ ആ സമയത്താണ് നമ്മുടെ ഓണസദ്യ. അതും ഡൈനിങ് ടേബിളിൽ ഓരോരുത്തർ ഓരോ മൊബൈലിന്റെ കൂട്ടുപിടിച്ച് ഒന്നിച്ചിരുന്ന് കഴിച്ചാൽ തന്നെ അത് ഭാഗ്യം. ഇങ്ങനെയൊരു കൂട്ടായ്മയ്ക്ക് വേദി ഒരുക്കുവാൻ രാഗം ക്ലബ് ഇപ്പോഴും ശ്രമിക്കുന്നു എന്നത് മലയാളികളുടെ ഓണത്തോടുള്ള ആവേശം കെട്ടടങ്ങിയിട്ടില്ല എന്ന സൂചന തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത് മാറുന്ന മലയാളികളുടെ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരു ആശ്വാസം തന്നെയാണ്.